നേരെ ഇംഗ്ലീഷിലേക്ക് പോവേ. ഒപ്പണിനെ കിട്ടിയിട്ടുണ്ട് ഗായ്സ്. പിന്നെ ഒപ്പമാണല്ലോ. പിന്നെ നിങ്ങളെ സെലക്ഷൻ കോൺട്രാക്ട് ആരെ എടുക്കുന്ന പിന്നെ ഫ്രീ സ്പിൻ ആരെങ്കിലും കിട്ടിയോ കമന്റ് ചെയ്യുക ഗൈസ്. ഞാൻ എടുക്കുമ്പോൾ ലൈവില് വന്നിട്ട് എടുക്കുക ഗൈസ്. എല്ലാവർക്കും ഒന്നും കാണാലോ. ഇതെന്താ നോക്കി എന്തിനാണ് എന്നെ കൊണ്ടാണ് വന്നേക്കുന്നത്? ഞാൻ ക്ലിയർ ചെയ്യുള്ളൂ. ഒരു ബോൾ ഞാൻ എൻ്റെ ആക്കി വെക്കൂല. പോയി ഫസ്റ്റ് മിസ്റ്റേക്ക് ഓഫ് ദ ഗെയിം. ലെറ്റ് എന്താവനെ എന്താ അന്തസ്സോടെ ഞാൻ പറയുന്നത്. അതിന് ന്യൂ ഇയർ പാക്കിനാണ് ഞാൻ അതിൻ്റെ 500 പോയിനാക്കി. എല്ലാവരും ആവുമോ? മറ്റേ 15 കളിച്ചെടുക്കണം. പിന്നെ ഇതിന്ന് കിട്ടാനുണ്ട്. ആദ്യമായിരിക്കില്ലേ ഞാനീ വിന്നിന് പോകാൻ നോക്കിയിട്ട് നടക്കുന്നില്ല. ഞാൻ ഇത് മാറ്റി എനിക്ക് ഇപ്പോഴും ഇതാകാൻ പറ്റുന്നില്ല. ഈ ടാങ്ക് ചെയ്യുന്നവരെനിക്ക് ഒട്ടും ഇഷ്ടമല്ല. എനിക്കിതിൽ എല്ലാം കൊടുക്കാം. ഞാൻ ചെയ്ത പെനാൾട്ടി, ഫൗള്, റെഡ് കാർഡ് എന്തൊക്കെയാണ് നടക്കുക? വർക്കാ ബോണിറ്റിന്റെ കാലി കൊണ്ട് കയറി കൊടുത്തറാ. എന്താ ഇതിന് ഡിഫൻസ് ഉണ്ട് ഇങ്ങനെ ഫുള്ളോളൊരു ഇറ്റാലിയൻ ഡിഫൻസ്. ഇറ്റാലിയൻ ക്ലബ് ഡിഫൻസ് ആണല്ലോ. അത്രേ ഉള്ളു വാങ്ങിക്കുന്നത്. എനിക്കുണ്ടോ ഇറ്റാലിയൻസ് രണ്ടെണ്ണം. എനിക്ക് ഷോർട്ട് കോൺ എടുക്കുന്നത് ഇഷ്ടമല്ല. ഗോളുങ്ങാനുമായ ഈ കൊണാമി എന്താ പറയുക, എനിക്ക് മാത്രമായിട്ട് ഇങ്ങനെ ലാഗ് തരുന്നു. ഞാൻ എൻ്റെ ഡിവൈസിൻ്റെ ഡിവൈസ് മാത്രം. പക്ഷെ പറ്റില്ല. അടിച്ചടാ അയ്യോ ഈ ഭാഗ്യം എൻ്റെ ഇഷ്ട. ഏതാ മോനെ പ്രീക്ലാസ്? അത് ഫൗളല്ല റെഫറി. ഞാൻ ഷോട്ട് എടുക്കും. മര്യാദക്ക് നോർമൽ ഷോട്ട് എടുത്താൽ മതിയായിരുന്നു. സ്ലൈഡ് ചെയ്തങ്ങ് പോതോ പൊട്ടി. എന്റെ ഡിഫൻസ് പൊട്ടിയ പിന്നെ എനിക്ക് എന്തോ ഒരു ക്ലിയർ ചെയ്തോ, എനിക്ക് പ്രശ്നമൊന്നുമില്ല. ഇങ്ങനെ ഒരു കളി ജയിച്ചാൽ മതി. എന്റെ ഫോമൊക്കെ പോയത് ഇന്നലെ ഇങ്ങോട്ട് എന്തോരം തോൽവി എടുക്കുന്നത് നിങ്ങൾ ആദ്യം കണ്ടോർക്ക് അറിയാം. 51 തോൽവി. ഇത് തുടങ്ങിയിട്ട് 10-20 ദിവസം ആയതല്ലേ ഉള്ളൂ. 10-20 ആയോ? പോലും ആയിട്ടില്ല. എന്നിട്ട് നോക്കിയിട്ടാണ് ഞാൻ പിന്നെ നിങ്ങൾക്ക് ഒരു അഡ്വൈസ് തരാം. നിങ്ങൾക്ക് ആ സെലക്ഷൻ കോൺട്രാക്ട് ഇത് കിട്ടലില്ലേ, എല്ലാവരും സ്പിന്ന് ചെയ്തിട്ട് മൊത്തം 27 സ്പിന്ന് കിട്ടില്ല. അത് ചെയ്തിട്ട് നിങ്ങൾ സെലക്ഷൻ അഥവാ നിങ്ങൾക്ക് ഏതൊരു പ്ലെയറിനെ കിട്ടിയാല് അപ്പൊ ആ പ്ലെയറിന് എടുത്തിട്ടുണ്ടല്ലോ, അഥവാ നിങ്ങൾ എടുത്ത പ്ലെയറിനെ തന്നെ പിന്നെ കിട്ടിയാൽ വെറുതെ പോവില്ലത് സെലക്ഷൻ കോൺട്രാക്ട്. കൊണാമി ആയതുകൊണ്ട് വിശ്വസിക്കാൻ പറ്റില്ല. അതുകൊണ്ട് പറഞ്ഞോ, കൊണാമിനെ അറിയാലോ. പക്ഷെ നല്ലൊരു വാക്കെന്ന് പറയാൻ പറ്റുമെന്ന് ചോദിച്ചാ ഫ്രീ ആയിട്ട് കിട്ടുന്നില്ല. അപ്പൊ ഇതൊക്കെ ഇത്രയൊക്കെ പോരെ, നമ്മൾ കൊടുത്തിട്ടൊന്നും കൊടുക്കണ്ടല്ലോ. പിന്നെ ന്യൂ ഇയറിന് എന്തോ ഗിഫ്റ്റ് ഒക്കെ ഉണ്ടെന്ന് പറയുന്നത് കേട്ടോ. അതിനകത്ത് 1 തൊട്ട് 4 വരെ എനിക്കൊരു 1000 കോയിൻ തന്നാൽ മതി, ഞാൻ ഹാപ്പിയാ. എനിക്ക് പ്ലെയറിനൊന്നും വേണ്ട. ഒരു 1000 കോയിൻ താ ന്യൂ ഇയർ പാക്ക് ഇറക്കാൻ. 1000, 3000, 5000 ഞാനെടുക്കും. ഏതാണ്ട് ഒരു 5000 4 ദിവസത്തേക്ക് ഒരു 1500 കോയിൻ വെച്ച് ഓരോ ദിവസം. ഇത്രയല്ലേ ഞാൻ ചോദിക്കുന്നുള്ളൂ. ഒരു 6000 കോയിൻ എന്നിട്ട് ഇങ്ങനെ സേവ് ചെയ്യാം. എനിക്ക് 1000 ഇല്ലാത്തതുകൊണ്ട് ഞാൻ സേവ് ചെയ്യാത്ത. സേവ് ചെയ്ത് ഇങ്ങനെ കഴുത്ത് കോയിൻ കാണും.
ഞാൻ ആ മെയില് വെച്ചോണ്ടിരുന്നു. എന്റെ കോയിൻ കണ്ടാ എനിക്ക് കറക്കാൻ തോന്നുന്നു അറിയാതെ. പക്ഷെ അറിയാതെ ഞാൻ കോയിൻ മെയില് മൊത്തം അങ്ങ് എടുത്ത്. സീനില്ല, സേവ് ചെയ്യാൻ പോവാ. ന്യൂ ഇയർ പാക്കിന് വേണ്ടി. എടാ അത് എന്ത് പരിപാടി? അതെങ്ങനെയാണ് കൈകൊണ്ട് എടുക്കാൻ പറ്റുക? ആ ഡിഫൻഡർ അതിന്റെ അടുത്ത് പോലും ഇല്ലായിരുന്നേ. നല്ലൊരു ഷോട്ട്, വ്യത്യസ്തമൊക്കെ ഗോളിൽ വെറുതെ അല്ല. പക്ഷേ എനിക്ക് ആ സ്പിന്നെ അവർ ഒലിവർക്കാനത്തൊന്നും എനിക്ക് എന്തിനു വരുന്നോ? ഓൾറെഡി എനിക്ക് അതിൽ നല്ല ഒലിവർക്കാനുണ്ട്. അതാണ് എനിക്ക് പേടി. കൊണാമി വിശ്വസിക്കാൻ പറ്റില്ല. ഒലിവർക്കാൻ ഇപ്പൊ സീനാട്ടോ. വന്നപ്പോ എല്ലാരും കളിയാക്കി, ഞാനപ്പം മോനെ ഷോട്ടിൽ ലോങ് എല്ലാത്തിലും പോകാം. ഒരു വിശ്വാസമുണ്ട് ടാക്കിൾ ചെയ്തില്ലേലും ഡിഫൻസ് പൊട്ടിയാലും ഒലിവർക്കാനുണ്ടെന്ന്. അതുകൊണ്ട് ഇങ്ങനെ പോകുന്നു. ഫൗളല്ലേ മോനെ? എന്നെ പിടിച്ചു വെച്ചു. നിങ്ങൾ എന്തിനാ ഇങ്ങനെ കളിക്കുന്നത്? ഞാൻ ആരൊന്നും ചെയ്യാൻ വന്നില്ലല്ലോ. നമുക്ക് ഈ വർഷം 100 സബ്സ്ക്രൈബേഴ്സ് ആക്കാൻ പറ്റുമോ? 28 പേരും കൂടെ മതി. വലിയ മോഹമെന്നറിയാം, ചോദിച്ചതേ ഉള്ളൂ കേട്ടോ. അതാ ഡിഫൻസ് പൊട്ടിയടാ, പൊട്ടിയില്ലടാ. കൈ കൊണ്ടെടുത്തോ? എനിക്കും അറിയടാ കൈ കൊണ്ടിടാൻ. എന്റെ ഡിഫൻസ് സൂപ്പറാ. പുതിയ ഫോർമേഷൻ ചാച്ചി കൂട്ടി വെച്ചിട്ടാക്കി വർക്കാവുമെന്ന് എനിക്കറിയത്തില്ല. ഇപ്പൊ രണ്ടാമത്തെ കളി, ആദ്യത്തെ കളി ജയിച്ചു. ഇങ്ങനെയായിരുന്നു ഞാനൊരു യൂട്യൂബറിനെ അനുഭവിക്കുക 3-5 എന്ന് പറഞ്ഞത്. ആദ്യത്തെ ദിവസം എന്റെ മോനെ കിട്ടിയില്ല ഫോർമേഷൻ. രണ്ടാമത്തെ ദിവസം തൊട്ടോ തോൽവി വരുന്ന വഴി അറിയില്ല. അവസാനമല്ലോ അല്ലേ, ഇച്ചിരി ഡിലേ പാസിലെ. ആ ഡിലേ ഒന്ന് പോയായിരുന്നെങ്കിൽ പാസ് കിടിലായിരുന്നു. കിടിലം മറ്റു പാസ്സായിരുന്നു. കിടിലാമ്പോലത്തെ പാസ്സായേ റെക്കോർഡ് എവിടെ കിടക്കുന്നു. ഇവന്റെ ഡിഫൻസ് നോക്കിയാൽ ഇത്രയും നല്ല ആൾക്ക്. എനിക്ക് നെഡ്വുഡിന്റെ വാക്കൊന്നും ഞാൻ കറക്റ്റ് കിട്ടണമെന്നുണ്ടായിരുന്നു. എനിക്ക് നെഡ്വുഡിനെ ഭയങ്കര ഇഷ്ടമാണ്. എന്താണെന്നറിയില്ല. ഞാൻ തുടങ്ങിയടാ, അടിക്കാൻ തുടങ്ങിയടാ. എന്റെ ബ്രദറിന്റെ കയ്യിലുണ്ട് ഈ ഗോൾ. എന്തിനാ മോനെ സെലിബ്രേറ്റ് ചെയ്തത്? ഞാൻ എന്തേലും ചെയ്തു 2 ഗോൾ അടിച്ചിട്ട്? ഇതാണ് എനിക്ക് കളിക്കാൻ ഇഷ്ടമൊക്കെ. നമ്മള് 2 ഗോൾ അടിച്ചിട്ട് ഒരു സെലിബ്രേഷൻ ചെയ്തില്ലേ? അവൻ 1 ഗോൾ അടിച്ചിട്ട് അവൻ ചെയ്തതുണ്ടോ? അതോ അവൻ ഡ്രോ പോലും അടിച്ചിട്ടില്ല ഇതുവരെ. അഹങ്കാരം. കൊണാമിക്ക് ഇവനൊക്കെ ഒരു നോട്ട് കൊടുത്തൂടെ? എനിക്കൊക്കെ എന്തോരാ വാരിത്തരുന്നേ. ആ ടൈമിൽ ഇവർക്കൊക്കെ ഒരെണ്ണം കൊടുക്കും. ഇവർക്ക് ഇത്ര നല്ല ടീമുണ്ട്, പൈസ മുടക്കുന്നോണ്ടായിരിക്കും. നമ്മള് പൈസ മുടക്കാനില്ല, നമ്മള് ഗെയിമിൽ പൈസ മുടക്കൂല. മുടക്കൂലെന്നല്ല, മുടക്കാൻ പൈസ ഇല്ല, അതാണ് സത്യം. അത് മുടക്കൂലെന്നുള്ള ഇതൊന്നുമില്ല നമുക്ക്. ക്ലിയർ ചെയ്തു കിട്ടോ? അതിന് കുറച്ചു നേരം അവിടെ പോയി. ഇങ്ങനെയൊക്കെ ജയിക്കാൻ പറ്റുള്ള എനിക്ക്. ഒരു ഡിഫെൻഡിങ് ഇല്ല, ജയിക്കാൻ പറ്റുക കേട്ടോ. ഞാൻ എന്തോരം കളി തോറ്റു. ഇങ്ങനെയെങ്കിലും ഒരെണ്ണം ജയിക്കാൻ ഈ കെലീന് കിട്ടുവോ? അടിച്ചുട്ടോ. കുറച്ച് ടൈം വേസ്റ്റ് ചെയ്യാം. 2 മിനിറ്റ് അവിടെ വേസ്റ്റ് ചെയ്തു ഷോട്ട് എടുത്തിട്ട്. അത്രേ ഉള്ളൂ, ക്ലിയർ ചെയ്ത് ഷോട്ട് എടുത്തോ. വിസില് ബ്ലോ ചെയ്യ റെഫറി. 4 മിനിറ്റ് ആയല്ലോ, കളഞ്ഞോ? എനിക്ക് കുഴപ്പമൊന്നുമില്ല. താങ്ക് യു. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പൊ ലൈക്ക് ചെയ്യുക, ഷെയർ, ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ്. അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും. ബൈ.